ഹായ്, ഹലോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ മാസം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു മാസമാണ്. കാരണം കൊന്തമാസം. മാതാവിനെ നമ്മൾ ഒരുപാട് സ്നേഹിച്ച് കൊന്ത ചൊല്ലി, അതുപോലെ സ്തുതികൾ ചൊല്ലി, പാട്ടുകൾ, ഒരു പ്രത്യേക ഒരു മൂഡാണ് നമുക്ക് ക്രിസ്ത്യാനികൾക്ക്. അതായത് ഒരു ആരവം പോലെയാണ് കൊന്തമാസം എന്ന് പറയുമ്പോൾ. കൊന്ത ചൊല്ലുക, എല്ലാവരുടെ മനസ്സിലും മാതാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എനിക്കങ്ങനെ തോന്നണം, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ മാതാവ് എന്ന് പറയുന്നത് നമ്മൾ ആവശ്യങ്ങൾക്ക് മാത്രം മാതാവിനെ കൂട്ടുപിടിക്കാതെ എപ്പോഴും നമ്മുടെ ഉള്ളില് മാതാവിനോടുള്ള സ്തുതിയും, അല്ലെങ്കിൽ മാതാവെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ സ്വന്തം അമ്മയേക്കാൾ നമുക്ക് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും പിടിച്ചു നിന്ന് നമ്മളെ സഹായിക്കാനും നമ്മളെ നോക്കി കാണാനും എപ്പോഴും മാതാവ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഭയങ്കര വിശ്വാസമുള്ള ഒരു കാര്യമായിട്ടാ. എനിക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നുണ്ട്. മാതാവ് ഒരു പ്രത്യേക ഒരു വാത്സല്യം, മാതാവിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെയാണ് ഒരു വാത്സല്യം കൂടുതൽ തോന്നും. സൗമ്യമായ മുഖം, ശാന്തത, വേറെ ഇത്രയും ഇപ്പൊ പറയുകയാണെങ്കിൽ മോഡൽസൊക്കെ ഇറങ്ങുന്ന കാലമാണ്. ഏത് ടൈപ്പിൽ വേണമെങ്കിൽ നമുക്ക് മാതാവിന്റെ രൂപത്തിലുള്ള മേക്കപ്പ് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടി ആ മാതാവിന്റെ മുഖത്തെ ആ ടച്ച് ഇതുവരെ ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള ആർക്കും ആ ഒരു കുലീനതയോ അല്ലെങ്കിൽ ആ സൗന്ദര്യമോ ആ ഒരു ഭാവോ ഒന്നും കിട്ടിയിട്ടില്ല. എത്ര ശ്രമിച്ചാലും മാതാവിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര ശ്രമിച്ചാലും നമുക്ക് ആ ഒരു ടച്ച് വരില്ല. അതൊരു ദൈവിക ചൈതന്യം നിറഞ്ഞിട്ടുള്ള ഒരു മാതാവാണ്. പിന്നെ കൊന്ത എന്ന് പറയുന്നത് നമുക്കൊരു രക്ഷാ കവചമാണ്. ഇപ്പോൾ ഒരുപാട് പേര് കൊന്തൊക്കെ ധരിച്ച് കൊന്തൊക്കെ കഴുത്തിലിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ആ കൊന്ത എന്നത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഏത് സ്ഥലത്ത് പോയാലും, ഇപ്പോൾ ഒരു യാത്ര പോയാലും നമ്മൾ കൊന്ത ചൊല്ലി ഇറങ്ങുക, അല്ലെങ്കിൽ ഇപ്പോൾ വാഹനങ്ങളിൽ ഇരിക്കുകയാണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ കൊന്ത ചൊല്ലുക. അപ്പോൾ നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മാതാവ് നടത്തി തരും. നടത്താൻ മാത്രമല്ല, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും മാതാവ്. അപ്പം എല്ലാവർക്കും കൊന്തമാസത്തിന്റെ ആശംസകൾ. എല്ലാവരും കൊന്ത ചെല്ലാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊന്ത ചെല്ലാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.